നമസ്കാരം, എൻ്റെ പേര് വിദ്യ. നമ്മളുടെ കമ്പനിയുടെ പേര് എറിറ്റേസ്റ്റ് LLP എന്നാണ്. നമ്മൾ തുടങ്ങിയിട്ട് 2.5 വർഷമായി. എൻ്റെ പാർട്ട്ണറുടെ പേര് പ്രീതി എന്നാണ്. അപ്പോൾ പ്രീതിയുടെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡും ഫുൾ ടൈം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് പാലക്കാട് ജില്ലയിലാണ് ആദ്യം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ എറണാകുളം ജില്ലയിൽ കുഴിവേലിപ്പടിയിൽ നമ്മൾ ഓൺ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. മില്ലറ്റാണ് നമ്മളുടെ 100% ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. നമ്മൾ ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ കഴിയുന്നത് നമ്മൾ മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ് ഓരോ പ്രൊസീജിയറും ചെയ്തു വരുന്നത്. ഞങ്ങൾ ഫ്രണ്ട്സ് ഒരു 10-25 വർഷത്തെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാവരും പുറത്തൊക്കെയാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ത് തുടങ്ങും, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുക. അപ്പോൾ ഫുഡായിരിക്കണം എന്നുള്ളതും അത് ആദ്യം നമ്മൾ ഒരു ഹെൽത്തി ഫുഡ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ ആലോചിച്ചത്. അപ്പോൾ നമ്മൾ ജാക്ക് ഫ്രൂട്ടിനെ പറ്റിയിട്ടൊക്കെ കുറേ ഇതാക്കി, ചക്കയുടെ കുറേ സ്ഥലത്ത് നമ്മൾ പോയി വിസിറ്റ് ചെയ്തു, കുറേ പ്ലാന്റുകളൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പിന്നെ ചക്ക മില്ലറ്റ് കോമ്പിനേഷനിൽ നമ്മൾ കുറച്ച് ചെയ്ത് നോക്കി. അപ്പോഴാണ് നമ്മൾ മില്ലറ്റിനെ പറ്റിയിട്ട് അറിയുന്നതും മില്ലറ്റിൻ്റെ ഗുണങ്ങൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളതും കേരളത്തിൽ അത് വളരെ അവയർനെസ് കുറവാന്നുള്ളതും മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ കേരളത്തിൽ മില്ലറ്റിൻ്റെ ഒരു അവയർനെസ് കൊടുക്കുകയും മില്ലറ്റ് പ്രൊഡക്റ്റിനെ ആദ്യം ഇറക്കുകയും ചെയ്യാമെന്നുള്ളത് അങ്ങനെയാണ് തീരുമാനിച്ചത്. ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഓരോന്നായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ ഇത് രാഗി ദോശയാണ്. അപ്പോൾ ഇതിൽ ദോശ പൗഡറാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ സാധാരണ വീട്ടിൽ നമ്മൾ മാവിനുള്ള ആ കോമ്പിനേഷനിലുള്ള അതിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൽ ഇപ്പോൾ രാഗി ദോശയാകുമ്പോൾ രാഗിയുടെ പൗഡർ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉലുവ അതൊക്കെ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് തെനദോശ ഉണ്ട്. അതേപോലെ മണിച്ചോളത്തിൻ്റെ കുറച്ച് പരിപ്പുകളൊക്കെ ഇട്ടിട്ടുള്ള ന്യൂട്രി ദോശ എന്ന് പറയും. പിന്നെ മണിച്ചോളത്തിൻ്റെ ദോശ ഉണ്ട്. അപ്പോൾ ഈ എല്ലാ ദോശയിലും ഉലുവയും വരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് വരുന്നത് പുട്ടാണ്. അപ്പം മണിച്ചോളത്തിൻ്റെ പുട്ടാണുള്ളത്. അതിൽ 100% മില്ലറ്റാണ്, വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അതേപോലെ തന്നെ കമ്പിൻ്റെ പുട്ടുമുണ്ട്. കമ്പിലും അത് നമ്മൾ 100% മില്ലറ്റിൻ്റെ തന്നെയാണ് ചേർക്കുന്നത്, വേറെ ഒന്നുമില്ല. ഇത് മണിച്ചോളത്തിൻ്റെ ഉപ്മാവാണ്. നമുക്ക് സാധാ റവയുടെ ഉപ്മാവ് ഉണ്ടാക്കണ പോലെ തന്നെ നമുക്കത് ഉണ്ടാക്കാം. കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തിട്ട് അത് ചെയ്യണം എന്നേ ഉള്ളൂ.
പക്ഷേ എല്ലാവർക്കും ചിലർക്ക് അത് മനസ്സിലാവില്ല, ഏതാണ് ഡിഫറൻസ്. ഇപ്പോൾ റവടിയും കൊടുത്തു കഴിഞ്ഞാൽ ഇതും കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറൻസ് മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവർക്കും ഉപ്മാവ് അടിപൊളിയായിട്ട് ഇഷ്ടമാവും എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ ദോശയും പുട്ടും ഉപ്മാവൊക്കെയാണ് നമ്മളുടെ റെഡി ടു കുക്കിൽ വരുന്ന ഐറ്റംസ്. ഇപ്പോൾ നമ്മളുടെ മില്ലറ്റിൻ്റെ റെഡി ടു കുക്ക് കഴിഞ്ഞാൽ റെഡി ടു ഈറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഇതാണ്, അവിലാണ്, മണിച്ചോളത്തിൻ്റെ അവിലാണ്. ഇത് നമുക്ക് സാധാ അരിയുടെ അവിൽ നമ്മൾ നനച്ച് കഴിക്കില്ലേ, അതേപോലെ നമുക്കത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പാലിൽ തിളപ്പിച്ചിട്ട് 2-3 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെയും കഴിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഊറ്റിയെടുത്തിട്ട് ഉപ്മാവ് പോലെ നമുക്ക് ജസ്റ്റ് വറവൊക്കെ ഇട്ടിട്ട് ഉപ്മാവുമായിട്ട് അടിപൊളിയായിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ അടുത്തത് വരുന്നത് ഇതാണ്, മാംഗോ രാഗി ജാഗരി വെച്ചിട്ട് മാംഗോ ഫ്ലേവറിൽ നാച്ചുറൽ മാംഗോ ഫ്ലേവർ കൊടുത്തിരിക്കുകയാണ്. അത് നമുക്ക് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ വെക്കാം, അല്ലെങ്കിൽ പാലിലിട്ടിട്ടോ കുട്ടികൾക്കും ഏത് ഏജ് ഗ്രൂപ്പിനും പറ്റുന്ന ഒരു ഐറ്റമായിട്ടാണ് നമ്മളിത് റെഡി ടു ഈറ്റിൽ ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഇതേപോലെ തന്നെ രാഗി ജാഗരി ആഡ് ചെയ്തിട്ട് നമ്മൾ ഡേറ്റ്സിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ടാണ്, എസ്പെഷ്യലി ലേഡീസിന് ഇത് ഏറ്റവും നല്ലതാണ്. കാരണം ഇപ്പോൾ ഈ ചിലർ വെയിറ്റ് ലോസ്, പൊതുവേ വെയിറ്റ് ലോസും അങ്ങനെയൊക്കെ നോക്കുന്നവർക്കും എല്ലാം നമുക്ക് മില്ലറ്റ് പ്രിഫർ ചെയ്യാറുണ്ട്. മില്ലറ്റിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാവർക്കും രാഗി എന്താണെന്നുള്ളത് അറിയാം. നമ്മളുടെ വീട്ടിലൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ വീട്ടിൽ രാഗി നമ്മൾ വാങ്ങിയിരിക്കും, നമ്മളത് കുറുക്കി കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഗുണം അത്രയും ഉണ്ട് എന്നറിയാം. പക്ഷെ അത് നമ്മൾ എത്രമാത്രം അത് പിന്നീട് അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വീട്ടിലും ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല. ഇപ്പം മില്ലറ്റിനെ പറ്റി കൂടുതൽ അറിയുകയും അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഡയബറ്റിക് ഉള്ളവർക്ക്. കാരണം ഇത് അത്രയും ഫൈബർ റിച്ചാണ്. നമുക്കത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു 4 to 5 hours എടുക്കും അതിൻ്റെ ഡൈജഷൻ പീരീഡ്. അപ്പോൾ ഈ ഡയബറ്റിക് ഉള്ളവർക്ക് അതിൻ്റെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനെല്ലാം അത്രയും നന്നായി സഹായിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ അനുഭവിക്കുന്ന കുറേ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ട്. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ തന്നെ ഇമ്മ്യൂണിറ്റി ഡിസീസും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി പ്രോബ്ലം അത്രയും നമ്മൾ കണ്ടിട്ട് കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ചെറിയൊരു അസുഖം വന്നാൽ തന്നെ അത് അത്രയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഞങ്ങൾ സജസ്റ്റ് ചെയ്യണത് ഒരു നേരം എല്ലാവരും ഒരു വീട്ടിലത്തെ എല്ലാവരും അസുഖമുള്ളവർ മാത്രമല്ല ഒരു നേരം മില്ലറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് കുറേ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഞങ്ങളുടെ ഓരോ മില്ലറ്റിൻ്റെ സോജസ് ഫാംസിൻ്റെ എല്ലാത്തിലും പാക്കറ്റിൽ ഒരു സ്കാൻ കോഡ് കാണാം നിങ്ങൾക്ക്. ആ സ്കാൻ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾക്ക് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാമെന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ആ റോ മെറ്റീരിയൽ മുതൽ നിങ്ങളുടെ കിച്ചണിലേക്ക് എത്തണ വരെ ഉള്ളതിൻ്റെ ഒരു ബ്രീഫ് ജേണി നിങ്ങൾക്ക് ആ വിത്ത് ലാബ് റിപ്പോർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം മില്ലറ്റ് അല്ലാതെ വേറെ പ്രൊഡക്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തുള്ളത് ഹണിയാണ്. ഹണി ഉണ്ട്, അതേപോലെ ടർമറിക് ഉണ്ട്, ജാഗരി ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെറുകിട കർഷകരുടെ അടുത്ത് നിന്ന് നമ്മൾ സ്ട്രേറ്റ് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അത്രയും അഷ്വർ ചെയ്തിട്ടാണ്. കാരണം ഇപ്പോൾ ജാഗരി നമ്മളുടെ ഇപ്പോൾ ഫ്ലേക്സിൽ ചിലവർ ഇട്ടിട്ട് കഴിക്കാറുണ്ട്. അതേപോലെ വേറെ നമ്മുടെ സ്ഥിരം യൂസിന് ഇപ്പോൾ ചായക്കൊക്കെ ആയാലും വൈറ്റ് ഷുഗർ ഒഴിവാക്കിയിട്ട് ജാഗരി യൂസ് ചെയ്യുക എന്നുള്ളതും ഞങ്ങളൊരു അവയർനെസ് കൊടുക്കുന്നുണ്ട്. ടർമറിക് ഇപ്പോൾ ഇമ്മ്യൂണിറ്റി ഡെയിലി കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളുടെ ഇപ്പോൾ കസ്റ്റമേഴ്സിന് നമുക്കൊരു ഫുൾ ഫ്ലെഡ്ജ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ജാഗരിയും ടർമറിക് എല്ലാം കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ലോഞ്ച് ചെയ്തതാണ് പ്ലാന്റ് പ്രോട്ടീനാണ്. ഇതിൽ വേറെ ഒന്നുമില്ല, നമ്മളുടെ ഗ്രീൻ പീസും ചെറുപയറൊക്കെ കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ഇതിൽ പ്രോട്ടീൻ റിച്ച് ആണ്, അതേപോലെ വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓവറോൾ മനുഷ്യന് ഒരു ദിവസം വേണ്ട പ്രോട്ടീൻ എത്ര വെച്ചാൽ അതിൻ്റെ ഒരു 75% നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ള ഒരു റേഷ്യോയിലാണ് നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് ഏത് ഏജ് ഗ്രൂപ്പിനും പറ്റാവുന്നതാണ്. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മൾ എന്തൊക്കെ കഴിക്കുന്നത്, അതിൽ എന്തൊക്കെ ഉള്ളത് എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതിനുള്ള ടൈമും നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇതിലില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇങ്ങനത്തെ ഓരോന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആൾക്കാർ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റും സോജസ് മാംസിനുണ്ട്. നമ്മളിവിടെ ഒരു പ്ലാന്റ് പ്രോട്ടീൻ വെച്ചിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ്, ഇപ്പോൾ ആപ്പിൾ ഉണ്ട്, പിന്നെ നട്ട്സ് ഉണ്ട്, പിന്നെ ബദാം, അങ്ങനെ കുറച്ച് വെറൈറ്റീസ്, ഫിഗ് എല്ലാം കൂടിയിട്ട് ചിലത് തലേ ദിവസം കുതിർത്തിയിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യിച്ചാൽ കുറച്ചും കൂടി നന്നാവും. അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ പ്രോട്ടീൻ പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്.
നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിലേ ഇപ്പോൾ ഈവൻ കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ വൈറ്റ് ഷുഗറൊക്കെ ഒഴിവാക്കിയിട്ട് ജാഗരി പൗഡറൊക്കെ യൂസ് ചെയ്യുക വെച്ചാൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. ഇതിൽ ഓൾറെഡി നമ്മൾ ടെർമറിക്കും ജാഗരിയൊക്കെ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അഡീഷണൽ സ്വീറ്റ്നെസ്സിന് നിങ്ങൾ ജാഗരി പൗഡർ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ സോജസ് ഫാംസ് ഒരു മില്ലറ്റ് കിറ്റ് ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ കസ്റ്റമേഴ്സ് ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയാറുണ്ട് ഡോക്ടർ പറഞ്ഞു മില്ലറ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ഒരു പാക്കറ്റാവും ആദ്യം ട്രയൽ ബേസിൽ വാങ്ങുക. പക്ഷെ അത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ പിന്നെ അവർ മില്ലറ്റ് കഴിക്കൽ നിർത്തുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെമഡി എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് വെച്ചിട്ട്. ഇപ്പോൾ ദോശയുടെ ഇപ്പോൾ തെനയാണെങ്കിൽ നമ്മൾ കമ്പിൻ്റെ പുട്ട് വയ്ക്കും, ഉപ്മാവിൻ്റെ മണിച്ചോളം അങ്ങനെ വെച്ചിട്ട് ഡിഫറെൻറ്റ് ടേസ്റ്റ് അവർക്ക് മനസ്സിലാക്കാനും ഈ മില്ലറ്റിനെല്ലാം ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ്. അപ്പോൾ ചിലപ്പോൾ ചിലത് ഇഷ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു മില്ലറ്റ് കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിലും അവരിപ്പോൾ ഓൾറെഡി ലൈഫ് സ്റ്റൈൽ ഡിസീസസും അല്ലെങ്കിൽ വെയിറ്റ് ലോസിനൊക്കെ ഉള്ളവരായിരിക്കാം ഇതിങ്ങനെ പ്രിഫർ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രിഫർ ചെയ്യണതാണ്. അവർക്ക് ഒരു മാസം ഒരാൾക്ക് ഒരു കഴിക്കുന്ന വിധത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കഴിക്കുന്ന വിധത്തിലാണ് അത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതൊരു സ്കൂപ്പ് വെച്ചിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ മില്ലറ്റ് ഒരു നേരെയെങ്കിലും എല്ലാവരും കഴിക്കുക എന്നുള്ളൊരു ഇതിലും നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഈ സോജസ് ഫാംസിൻ്റെ സെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിവിടെ കേരളത്തിൽ മിക്ക ജില്ലകളിലും സൂപ്പർ മാർക്കറ്റുകളിൽ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഓൾറെഡി ഒരു 7 ജില്ലകളിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഔട്ട്സൈഡ് ബാംഗ്ലൂർ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആമസോൺ വഴി നമ്മൾ ഓൺലൈൻ അല്ലാതെ വേറെ പ്ലാറ്റ്ഫോമുകൾ വഴി നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഡയറക്റ്റ് സെയിലുകളാണ്. പിന്നെ ഓൺലൈൻ നമ്മുടെ വെബ്സൈറ്റ് വഴിയും സെയിൽസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഇതാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ വൈറ്റ് ലേബിളിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാൻറ്റീൻ, ഹോസ്പിറ്റൽസ് അവിടെ ഉള്ളവർക്കൊക്കെ നമ്മൾ B2B പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്പോർട്ടിൻ്റെ നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ മാസം എക്സ്പോർട്ടിൻ്റെ ഒരു ഇത് പോവാനിരിക്കുകയാണ്. അപ്പോൾ ഇത് കൂടെ ഈ ചാനലൊക്കെ വഴിയാണ് നമ്മൾ കസ്റ്റമേഴ്സിൽ നമ്മുടെ സോജസ് ഫാംസ് എത്തിക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ സൂപ്പാണത്. അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് കുറച്ച് പൗഡർ ഫുൾ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് പേസ്റ്റ് പോലെ ആദ്യം ഒന്ന് കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വെള്ളം കൂടി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്താൽ മതി. ഇത് ബോയിൽ ചെയ്യുക അങ്ങനത്തെ ഒരാവശ്യമില്ല. സൂപ്പ് റെഡിയായി. ഇത് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മീൽ അല്ലെങ്കിൽ ഹാഫ് മീൽ. ഇതൊരു കപ്പ് എടുക്കുകയാണെങ്കിൽ ഫുൾ മീലായിരിക്കും. അല്ല, ഇതൊരു ഹാഫാണെങ്കിൽ ഈ കപ്പിൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഹാഫ് മീലായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇനി വരാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.